ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. സോ ഇന്ന് നമ്മൾ പേജ് നമ്പർ 148 ആത്മകഥ മീൻസ് എന്താണ്? ഓട്ടോബയോഗ്രഫി. ഒരാൾ അവനവൻ്റെ ജീവിതത്തെ പറ്റി സ്വയം എഴുതുന്നതിനെയാണ് ഓട്ടോബയോഗ്രഫി എന്ന് പറയുക. അതിന് ഇവിടെ അതിൻ്റെ ഡെഫിനീഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. खुद के जीवन पर खुद के द्वारा लिखी गई कथा को हम आत्मकथा कह सकते हैं. അവനവൻ്റെ ജീവിതത്തിനെ പറ്റി അവനവൻ തന്നെ എഴുതുന്ന ഇതിനെയാണ് ഓട്ടോബയോഗ്രഫി അല്ലെങ്കിൽ ഹിന്ദിയിൽ ആത്മകഥ എന്ന് പറയുന്നത്. വിദ്യാർത്ഥി. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ പാസേജ് ആത്മകഥ. विद्यार्थी जीवन में तो हम अपनी आत्मकथा नहीं लिखेंगे. स्टूडेंट लाइफिल നമ്മൾ ഓട്ടോബയോഗ്രഫി ഒന്നും എഴുതാറില്ല. किंतु हमारे अब तक के सफ़र में जो भी महत्वपूर्ण घटनाएं या अनुभव हमें प्राप्त हुए हैं उन्हें हम ज़रूर लिख सकते हैं. പക്ഷെ നമ്മളുടെ ഈ ജീവിതം അത് ഈ ഓട്ടോബയോഗ്രഫി ഒന്നും ഇപ്പോഴല്ല എഴുതുക. കുറേ കഴിഞ്ഞ് നിങ്ങളൊക്കെ പഠിച്ച വലിയ ആൾക്കാരായി കുറേ കഴിഞ്ഞ് ഏകദേശം വയസ്സാവാറാകുമ്പോഴാണ് ഓട്ടോബയോഗ്രഫി എഴുതുക. മനസ്സിലായോ? അപ്പോഴാണ് നമുക്ക് ജീവിതത്തിലെ അനുഭവങ്ങൾ ഉണ്ടാവുക എഴുതാൻ. അപ്പോൾ ആ ജീവിതയാത്രയെ പറ്റിയിട്ടും ആ ഇമ്പോർട്ടൻ്റ് ഇൻസിഡൻസ് നമ്മുടെ ജീവിതത്തിനെ സ്വാധീനിച്ചതിനെ പറ്റിയിട്ടൊക്കെ എഴുതാനുണ്ടാവുള്ളൂ. या आत्मकथा के प्रारूप के अनुसार हम किसी एक घटना के बारे में लिखें ജിസ്നെ ഹമാരെ ജീവൻ മേ പരിവർത്തൻ ലാ ദിയാ ഹോ. ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റിനെ പറ്റി എഴുതുക. അത് നമ്മുടെ ജീവിതത്തിനെ മാറ്റിമറിച്ച ഇൻസിഡൻ്റ് ആണെങ്കിൽ അത്രയും നല്ലത്. കൈ ऐसे विषय होते हैं जिसमें हमें आत्मकथा लेखन के तत्वों का प्रयोग कर सकते हैं. जैसे ഇപ്പോൾ ഒരു എസ്സേയിൽ നോക്കുകയാണെങ്കിൽ നദി की आत्मकथा और किताब की आत्मकथा या मेरा परिचय. അതായത് ഒരു നദി എഴുതുകയാണ്. എന്താണ് നദി സ്വയം എഴുതുന്ന പോലെ നമുക്കൊരു ആത്മകഥ എഴുതാം. നമ്മുടെ അല്ല, നദിയുടെ കഥ പറയുന്ന പോലെ. നൗ ആത്മകഥ ലേഖൻ കെ അങ്ക്. ഒരു ആത്മകഥ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഫസ്റ്റ് വൺ പരിചയ്. परिचय के अंतर्गत हम जन्मस्थान, दिनांक और उससे जुड़ी रोचक जानकारी का समावेश कर सकते हैं. माता पिता, भाई बहन आदि पारिवारिक सदस्यों के बारे में जानकारी दे सकते हैं. या आपका आत्मकथा लिखने के पीछे कौन सा उद्देश्य है इसके बारे में आप जानकारी दे सकते हैं. അപ്പം നമ്മൾ ആദ്യം നമ്മളെ സ്വയം പരിചയപ്പെടുത്തണം. ആത്മകഥ എഴുതുമ്പോൾ നമ്മൾ ജനിച്ച സ്ഥലം, ഡേറ്റ്, അതിനെപ്പറ്റി അതിനോടനുബന്ധിച്ചിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ പാരൻസിനെ പറ്റി, ബ്രദേഴ്സ് സിസ്റ്റേഴ്സിനെ പറ്റി, ഫാമിലി മെമ്പേഴ്സിനെ പറ്റിയിട്ടൊക്കെ എഴുതണം. സെക്കൻഡ് മധ്യഭാഗ്, മിഡിൽ പാർട്ട്. ആത്മകഥ के मध्य भाग में आपका बचपन कहाँ पर गुजरा, उस दौरान आप अपने स्कूली जीवन के अनुभवों को भी बांट सकते हैं. ഇടയിൽ നിങ്ങളുടെ ചൈൽഡ്ഹുഡിനെ പറ്റി എഴുതാം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്കൂൾ ലൈഫ്, കോളേജ് ലൈഫിനെയൊക്കെ പറ്റി എഴുതാം. अंत आप अपनी आत्मकथा का अंत जीवन ने आपको जो अनुभव दिए उसके साथ कर सकते हैं. അപ്പോൾ ആത്മകഥയുടെ അവസാനം നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ നിങ്ങൾ എങ്ങനെ സ്വാധീനിച്ചു അതിനെപ്പറ്റി പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യാം. നൗ നെക്സ്റ്റ് ഹെഡിങ് ആത്മകഥ ലേഖൻ കെ തത്വ. അല്ലേ? ഓരോന്ന് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഓരോ എലമെൻറ്റ്സ് ആവശ്യമാണ്. അതിൽ ഫസ്റ്റ് വൺ വാസ്തവിക് ജാൻകാരി. സത്യസന്ധമായ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളെ എഴുതാൻ പാടുള്ളൂ. आत्मकथा लिखने के दौरान हमें यह ध्यान रखना होता है कि हम अपने जीवन में जो भी घटना घटी है इसके बारे में वास्तविक जानकारी लिख रहे हैं. इसमें किसी भी प्रकार की कल्पना का सहारा नहीं लिया जा सकता. ഒന്നും ഇമാജിനേഷൻ എടുത്ത് എഴുതാൻ പാടില്ല ഓട്ടോബയോഗ്രഫിയിൽ. ശരിക്കും നാച്ചുറലായിട്ട് നടന്ന സംഭവങ്ങളെ പറ്റി മാത്രമേ എഴുതാൻ പാടുള്ളൂ. സെക്കൻഡ് നസറിയ, വ്യൂ.
जीवन की तरफ आप किस नज़रिए से देखते हैं उसके बारे में जानकारी देना आवश्यक है और वह नज़रिया आपकी आत्मकथा से स्पष्ट होना चाहिए. Now, third, उद्देश्य. आपने आत्मकथा क्यों लिखी? ओके, आपने आत्मकथा क्यों लिखी उसके बारे में आपके मन में स्पष्ट उद्देश्य होना चाहिए. എന്ത് പർപ്പസിലാണ് നിങ്ങൾ ഈ ഓട്ടോബയോഗ്രഫി എഴുതണത് എന്നുള്ളതിനെ പറ്റിയിട്ടൊരു വ്യക്തമായ ചിത്രം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നെക്സ്റ്റ്, ഫോർത്ത്, അനുഭവ്. जीवन में आए हुए अनुभवों का विस्तार से वर्णन करना आवश्यक है. ജീവിതത്തിൽ സംഭവിച്ച എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. ഫിഫ്ത്ത്, क्रम, ऑर्डर. जीवन में आई हुई घटनाओं का उनके क्रमानुसार ही वर्णन करें ताकि पाठक उसे आसानी से समझ सके. ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെ സംഭവങ്ങളെ പറ്റി ഒരു ഓർഡറിൽ തന്നെ എഴുതണം എന്ന്. അതായത് വായിക്കുന്ന ആൾക്ക് മനസ്സിലാവണ്ടേ, അതിന് വേണ്ടിയിട്ട്. സിക്സ്ത്, लोग. उन लोगों के बारे में विस्तार से जानकारी दे जिन्होंने आपके जीवन में बदलाव लाने के लिए പ്രമുഖ ഭൂമിക നിഭായി. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട വ്യക്തികളെക്കുറിച്ച് എഴുതുകയാണെങ്കിൽ അവരെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരണം കൊടുക്കണം, വിവരങ്ങൾ. 7th point, ഭാഷ. प्रथम पुरुष वाचक सर्वनाम का प्रयोग करते हुए भाषा को सरल ढंग से लिखिए. അതായത് പേഴ്സണൽ പ്രൊനൗൺ മേ എന്ന് വെച്ചിട്ട് എഴുതാൻ പാടുള്ളൂ. ഐ, കാരണം ഞാൻ എൻ്റെയാണ് ആത്മകഥ എഴുതണത് അല്ലേ, അതുകൊണ്ടാണ് പ്രഥം പുരുഷ് വാചക് സർവനാം, ദാറ്റ് ഈസ് പേഴ്സണൽ പ്രൊനൗൺ യൂസ് ചെയ്യണമെന്ന് പറയണത്. നൗ, ആത്മകഥ ലേഖൻ കെ ദൗറാൻ ധ്യാൻ ദേനെ വാലി ബാത്തേം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, अपने जीवन में घटी हुई घटनाओं की रूपरेखा तैयार कीजिए. നടന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു ഔട്ട്ലൈൻ ഉണ്ടാവണം. മനസ്സിലായോ? നെക്സ്റ്റ്, സെക്കൻഡ്, प्रथम पुरुषवाचक सर्वनाम का प्रयोग करते हुए आत्मकथा का लेखन कार्य करें. പേഴ്സണൽ പ്രൊനൗൺ ഉപയോഗിച്ച് എഴുതാൻ പാടുള്ളൂ. തേർഡ്, आपका उद्देश्य और जीवन में घटने वाली घटनाओं को उचित क्रम दीजिए. കറക്റ്റ് ഓർഡറിലായിരിക്കണം ഓരോ ഇൻസിഡൻസിനെ പറ്റിയിട്ടും എഴുതേണ്ടത്. അതിശയോക്തി പൂർണ്ണ ലേഖൻ കാര്യ സെ ബച്ചേ. വെറുതെ ആവശ്യമില്ലാണ്ട് ഒരു സസ്പീഷ്യസ് ഇതിൽ വെച്ചിട്ട് അത് വിടാൻ പാടില്ല. മനസ്സിലായോ? അത് തന്നെ ഒരു കറക്റ്റ് എൻഡിങ് തന്നെ വേണം. ദെൻ ലാസ്റ്റ് പോയിന്റ്, കേവൽ പ്രാമാണികത पर आधारित जानकारी दीजिए. അതായത് ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെ പറ്റിയിട്ടുള്ളൊരു ഇതാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഇനി ഇതിലെ കുറച്ച് ബുദ്ധിമുട്ടുള്ള വേർഡ്സിനെ പറ്റിയിട്ട് അതിൻ്റെ മീനിങ്സ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ്, ആത്മകഥ, ഓട്ടോബയോഗ്രഫി, വിദ്യാർത്ഥി, സ്റ്റുഡൻറ്റ്, പ്രാരൂപ്, ഫോർമാറ്റ്, ഘടന, ഇൻസിഡൻറ്റ്, തത്വം, എലിമെൻറ്റ്സ്, परिवर्तन, चेंज, रोचक, इंटरेस्टिंग, उद्देश्य, पर्पस, गुजरा, पास्ट, अनुभव, एक्सपीरियंस, वास्तविक, एक्चुअल और जेन्युइन, नजरिया, व्यू, स्पष्ट, क्लियर, पाठक, रीडर, പുരുഷവാചക് സർവനാം, പേഴ്സണൽ പ്രോണൗൺ. അപ്പോൾ എങ്ങനെയാണ് ആത്മകഥ എഴുതേണ്ടതെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ അത് നല്ലോണം വായിച്ച് മനസ്സിലാക്കുക എങ്ങനെയാണ് ഓട്ടോബയോഗ്രഫി എഴുതേണ്ടതെന്നുള്ളത്. ഓക്കെ, so thank you children.